ഹായ്, എൻ്റെ കൂട്ടുകാർ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ? ഇന്നെന്താ ബ്രേക്ക്ഫാസ്റ്റിന് സ്പെഷ്യൽ? എനിക്കിന്ന് എന്താണെന്നറിയാം. എൻ്റെ കൂട്ടുകാർക്ക് നീർദോശയാണ് കേട്ടോ. പക്ഷേങ്കിൽ എന്താ പറയുന്നത്, ഉണ്ടാക്കിയിട്ട് കുറച്ച് നേരമായി. അപ്പം പിന്നെ ഞാൻ കഴിക്കുന്ന സമയമായതേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ ചെറിയൊരു വ്ളോഗ് രാവിലെ ചെയ്തായിരുന്നു. അപ്പോൾ അതിനകത്ത് എൻ്റെ കൂട്ടുകാർക്ക് ഇതിൻ്റെ വീഡിയോസ് കുറേയൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട്. ഇന്ന് നീർദോശയും രാവിലെ മീൻകറി ഉണ്ടാക്കിയായിരുന്നു. അപ്പോൾ നീർദോശയും മീൻകറിയായിരുന്നു. അപ്പോൾ അന്നൊരു പ്രാവശ്യം ഞാൻ നീർദോശ ഉണ്ടാക്കുന്ന വീഡിയോ എൻ്റെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്തായിരുന്നു. അപ്പോൾ അതിനകത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ എൻ്റെ കൂട്ടുകാർ പറഞ്ഞു തന്നതൊക്കെ ഇതിനകത്ത് ഉൾപ്പെടുത്തിയൊക്കെ ഇന്ന് ഞാൻ നീർദോശ ഉണ്ടാക്കിയത് കേട്ടോ. എപ്പോഴും നീർദോശയ്ക്ക് കോമ്പിനേഷൻ വന്നിട്ട് മീൻകറിയാണ് എനിക്കിഷ്ടം കേട്ടോ. ചിക്കൻ കറി നല്ലതല്ലെന്നല്ല, പക്ഷേ മീൻകറിയാണ് എനിക്ക് കുറേ കൂടെ ടേസ്റ്റാണ്. അപ്പോൾ ഇന്ന് രാവിലെ എനിക്ക് നീർദോശയും മീൻകറിയാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ എൻ്റെ കൂട്ടുകാരൊക്കെ എന്താ കഴിച്ചത്? വെറുതെ രാവിലെ ചുമ്മാതെ കുറച്ച് നേരം വിശേഷം പറയാമെന്ന് ചോദിച്ച് വന്നതാട്ടോ. ഇടയ്ക്കൊക്കെ എൻ്റെ കൂട്ടുകാരെ കാണാൻ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണം, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ മറന്നു പോകും. അതിന് വേണ്ടിയിട്ടാണ്, മറക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഓരോ ദിവസം ഓരോരോ കാര്യമായിട്ട് വരുന്നത്. പിന്നെ കുറേ ദിവസമായി ബ്രേക്ക്ഫാസ്റ്റുമായിട്ടൊക്കെ എൻ്റെ കൂട്ടുകാരുടെ അടുത്ത് വന്നിട്ട്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഇങ്ങനെ എടുത്തപ്പോൾ വെറുതെ ഒരു വീഡിയോ ചെയ്തത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് വന്നിട്ട് ഞാൻ രാവിലത്തെ ചെറിയൊരു വ്ളോഗ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് ഇതെല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ചും എല്ലാം കൂടെ ആ വീഡിയോക്കകത്ത് ഉൾപ്പെടുത്തേണ്ടതെന്ന് വിചാരിച്ചത് സെപ്പറേറ്റ് ആയിട്ടൊരു ചെറിയൊരു വീഡിയോ എൻ്റെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്തതേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ കൂടെ എൻ്റെ കൂട്ടുകാരുടെ വിശേഷങ്ങളും പറയാം. രാവിലെ എന്താ കഴിച്ചെന്നൊക്കെ ഒന്ന് ചോദിക്കാം. വെറുതെ കുറച്ച് നേരം കുശലം പറയാമെന്ന് ചോദിച്ച് വന്നത് കേട്ടോ. അപ്പോൾ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാണ്. നല്ല അടിപൊളി കോമ്പിനേഷനാണ് മീൻകറിയും നീർദോശയും. എൻ്റെ കൂട്ടുകാർ ഇന്ന് ഉണ്ടാക്കി കഴിച്ചിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എൻ്റെ വീഡിയോയിൽ എൻ്റെ ഡീറ്റെയിൽസൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട്. നീർദോശ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ ഒന്നുമില്ല എന്നൊരു സിറ്റുവേഷനുള്ള സമയത്ത് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ലൊരു സംഭവമാണ് ഈ നീർദോശ കേട്ടോ. കാരണം വെച്ച് കഴിഞ്ഞാൽ നാളെ രാവിലെ എന്താ ഉണ്ടാക്കുന്നത്, അയ്യോ ഒന്നുമില്ലല്ലോ എന്നുള്ളൊരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് ഒരു ഗ്ലാസ് അരി എടുത്ത് രാത്രിയിൽ വെള്ളത്തിൽ ഇട്ടിട്ട് കിടന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ രാവിലെ എണീക്കുമ്പോൾ പിന്നെ ഒന്നും ആലോചിക്കേണ്ട കാര്യമില്ല. അരയ്ക്കുക, ഇമ്മീഡിയറ്റ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഈ നീർദോശ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് അരച്ച് വെക്കണ്ട, മാവ് പുളിക്കണ്ട, ഒന്നും വേണ്ട, അരച്ച് അന്നേരം തന്നെ ഉണ്ടാക്കാനും പറ്റും കേട്ടോ. ഭയങ്കര ഈസിയാണ്, സിമ്പിളാണ്. അപ്പോൾ എൻ്റെ കൂട്ടുകാരെല്ലാവരും മറക്കാതെ ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ രാവിലത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. അപ്പോൾ എൻ്റെ കൂട്ടുകാരെല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ലെങ്കിൽ കഴിച്ചാട്ട്. അപ്പം ഞാൻ ഈ ബ്രേക്ക്ഫാസ്റ്റ് ഒന്ന് കഴിക്കട്ടെ. അപ്പോൾ നമ്മൾ ഉടൻ തന്നെ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണും വരെ ടേക്ക് കെയർ, ബൈ.